ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ എക്സിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഈ പറയുന്ന രീതിയിൽ അവർക്ക് മെസ്സേജ് അയക്കുകയും അവരോട് സംസാരിക്കും പെരുമാറുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് വീണ്ടും അട്രാക്ഷൻ തോന്നുകയും നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയാം. അതിൽ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. അതായത് അവരെ പാസ്റ്റ് ഓർമ്മയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. മീൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ മുമ്പ് നിങ്ങളുമായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ പല മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തി നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലും ആ പാസ്റ്റിലെ ഒരു കാര്യം പറഞ്ഞിട്ട് അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഓർമ്മകൾ പണ്ടത്തെ മീൻസ് നിങ്ങൾ രണ്ടുപേരുമുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയും നിങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും അവരുടെ മനസ്സിൽ ചിന്തകൾ വരികയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തോറും നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൂടി വരും. ആ മെമ്മറീസും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇഷ്ടവും ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പാസ്റ്റിലെ ഓർമ്മകൾ അവരിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫേവർ ആണ്. അതായത് അവർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണ് ചോദിക്കേണ്ടത്. വലിയ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചോദിക്കരുത്. അത് അവർക്ക് തന്നെ റിസ്ക് ആയിട്ട് തോന്നും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യമൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. എന്ത് ഇങ്ങനെയുള്ള സഹായം, ഇങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ ചെയ്തു തരാം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ലാതെ അവർക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് ഉറപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ മതി. അതും അവർക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പം ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും എങ്ങനെയാണ്, നമ്മളോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് ആളോട് ഒരു സിമ്പതിയും ഇഷ്ടവും ഒക്കെ വരാറുണ്ട്. ബിക്കോസ് നമ്മൾ ഒരു ഹെൽപ്പ് ഒരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്ടമുള്ള ആളുകളോടാണ് സാധാരണ ചോദിക്കാറുള്ളത്, വിശ്വാസമുള്ള ആളുകളാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ നിങ്ങൾ അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരെ എന്തോ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ളതോ അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചും അതിൻ്റെ ചെറിയ രീതിയിൽ ചെറിയ തോതിലൊക്കെ ആ ഇഷ്ടവും വിശ്വാസമൊക്കെ തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് എക്സൈറ്റഡ് ആണ്. അതായത് അവരെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ ഓരോരോ കാര്യങ്ങളോട് പ്രത്യേകിച്ച് ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു തരാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്ന മേഖല ഏതാണെന്നുള്ളത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആ ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്, സംശയം പോലെ ചോദിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരത് പറഞ്ഞു തരാൻ താല്പര്യം കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവരിലുള്ള മുഴുവൻ അറിവും ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഓക്കെയാണ്. അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലാവുകയും നിങ്ങളോട് വീണ്ടും വീണ്ടും സംസാരിക്കാനായിട്ട് വരികയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാതിരിക്കുന്ന ആളായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അവർക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം അതേപോലെ തന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് താല്പര്യം തോന്നുകയും കൂടുതലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാലോ. സ്വാഭാവികമായിട്ടും കൂടുതൽ മെസ്സേജ് അയച്ചു വരുമ്പോൾ പഴയ കുറേ കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇഷ്ടം കൂടുതലായിട്ട് വരും. സോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു വഴിയായിട്ടും വരാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ എക്സ് ലൈഫിലേക്ക് തിരികെ വരുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് അവർ തന്നെ വേണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ്, പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറി കിട്ടണം. അങ്ങനെ ഇപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്